ജപ്പാനിൽ സുനാമിയെ ചെറുക്കാനായി നിർമ്മിച്ച രഹസ്യ മതിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2011 ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശം വിതച്ച സുനാമികളിലൊന്ന് ജപ്പാന്റെ തീരത്ത് ആഞ്ഞടിക്കുന്നത്. കടലിനടിത്തട്ടിലുണ്ടായ ഒരു ശക്തമായ ഭൂകമ്പമായിരുന്നു അന്ന് സുനാമിക്ക് വഴിവെച്ചത്. ജപ്പാന്റെ പ്രധാന പട്ടണങ്ങളെയെല്ലാം തന്നെ വിഴുങ്ങിയ സുനാമി തിരകൾ 18,000-ലധികം പേരുടെ ജീവൻ അന്ന് കവർന്നെടുത്തു. ഈ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നാണ് ജപ്പാൻ ചലിക്കുന്ന കടൽ ഭിത്തികൾ അഥവാ റിട്രാക്റ്റബിൾ സുനാമി ബാരിയേഴ്സ് എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. ഒരു ഭൂകമ്പം സുനാമി സാധ്യത കണ്ടെത്തുകയും ചെയ്താൽ ഈ കൂറ്റൻ മതിലുകൾ ഭൂമിക്കടിയിൽ നിന്നോ കടലിനടിയിൽ നിന്നോ ഉയർന്നു വരുന്ന വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണം. ഇത് സമുദ്രത്തിനും തീരപ്രദേശത്തിനും ഇടയ്ക്ക് ഒരു ശക്തമായ കവചം തന്നെ സൃഷ്ടിക്കുന്നു. അദൃശ്യ മതിലായതിനാൽ തന്നെ കാഴ്ചയ്ക്കോ പ്രകൃതിയുടെ സ്വാഭാവിക സൗന്ദര്യത്തിനോ തടസ്സം സൃഷ്ടിക്കുന്നില്ല. നൂതന ഹൈഡ്രോളിക് സിസ്റ്റവും സെൻസറുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മതിൽ നിർമ്മിച്ചിരിക്കുന്നത്. സുനാമി തിരമാലകൾ സെൻസറുകളുടെ സഹായത്തോടെ തിരിച്ചറിയുകയും മിനിറ്റുകൾക്കുള്ളിൽ ഭൂമിക്കടിയിൽ നിന്നും ഉയർന്ന് മതിലുകൾ പോലെ കവചം സൃഷ്ടിക്കുകയും ചെയ്യുന്നു.